ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ, വടക്കൻ ബംഗ്ലാദേശിൽ ദിനാജ്പൂർ ജില്ലയിലെ പ്രമുഖ ഹിന്ദു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ബംഗ്ലാദേശ് പൂജ ഉജ്ജബൻ പരിഷത്തിൻ്റെ നേതാവായ ഭാവേഷ് ചന്ദ്ര റോയിയാണ് ജിഹാദികളുടെ ക്രൂരമായ പീഡനത്തിനൊടുവിൽ കൊല്ലപ്പെട്ടത്. റോയി ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഭാവേഷ് ചന്ദ്ര റോയിയെ ഇന്നലെ വൈകുന്നേരം വീട്ടിൽ നിന്നാണ് സ്കൂട്ടറിലെത്തിയ അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്. രാത്രിയോടെ അവശനായ നിലയിൽ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുമ്പ് മരണം സംഭവിച്ചതായി ആശുപത്രി അധികൃതർ അറിയിക്കുകയായിരുന്നു. ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ, കൈവിട്ട കളിയല്ലേ കളിക്കുന്നത് ബംഗ്ലാദേശിൽ? സംശയമില്ല അനിൽ, ബിക്കോസ് ഇതൊരു ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒരു പരിപാടിയല്ല. നമുക്ക് ഓർമ്മയുണ്ടാവും 1946 നമുക്ക് ഇൻഡിപെൻഡൻസ് പറഞ്ഞതിന് ഒരു കൊല്ലം മുമ്പ് ഒരു ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്ന് പറഞ്ഞൊരു വലിയൊരു കലാപം നടന്നു കൽക്കട്ടയിൽ. അതിന്റെ മെയിൻ സൂത്രധാര ഒരു സുറാവാടി എന്ന് പറഞ്ഞ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു, മുസ്ലിം മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ ഒരു റിപ്പിറ്റേഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയാം നമ്മൾ. അന്ന് അവരുടെ ഒരു ഡിമാൻഡ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ബംഗാൾ രണ്ടായിട്ട് വിഭജിക്കുക. ഒന്ന് മുസ്ലിംസിന് വേണ്ട ബംഗാൾ, പിന്നെ ഹിന്ദുക്കൾക്കുള്ള ബംഗാൾ. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാളും അപ്പോഴത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ പിന്നെ ബംഗ്ലാദേശായി മാറി. ഇത് പണ്ടത്തെ ഒരു ഡിമാൻഡാണ് ഇവർ. ആ ഡയറക്റ്റ് ആക്ഷൻ ഡേയിൽ തന്നെ ഒരു ആയിരങ്ങൾ കൊല്ലപ്പെട്ടുന്ന കോൺഗ്രസ്സുകാരുടെ സമയം. പിന്നെ നമുക്കറിയാം മറ്റേ സൈഡിൽ ആരായിരുന്നു ഹിന്ദുക്കളെ കൊന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ലോക്കൽ ചാപ്റ്റർ ആയിരുന്നു. ഇപ്പൊ നമ്മളൊരു ഹിസ്റ്ററി റിപ്പീറ്റിംഗ് ഇറ്റ് സെൽഫ് എന്നുള്ളൊരു കഥയാണ് കാണുന്നത്. ഞാനിതിന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ബംഗ്ലാദേശിൽ നിന്ന് കുറച്ചു പേരായിട്ട് ബന്ധപ്പെട്ടിരുന്നു, അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളായിട്ട്. അവര് പറയുന്നത് അവിടെ ഒരു ഗവൺമെന്റ് ഇല്ല എന്ന് പറയും. അതാണ് ഒരു പ്രോബ്ലം, മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. അറ്റ്ലീസ്റ്റ് മിലിറ്ററി ഭരണം ഉണ്ടെങ്കിലും അവർക്ക് പറഞ്ഞാൽ അവർക്കൊരു ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന അവർ പറയും. പക്ഷെ മിലിറ്ററി ഭരണം ഇല്ല, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. ഈ പറഞ്ഞ അഡ്വൈസർ ആയിട്ടിരിക്കുന്ന ആള് ഒരു പ്രധാനമന്ത്രി ഇല്ല, ഒരു രാഷ്ട്രപതി ഇല്ലാത്ത വേറെ ഒരൊറ്റ രാജ്യം ഉണ്ടാവില്ല ഈ ലോകം. ആരെങ്കിലും വേണമല്ലോ, ഇത് ആരുമില്ല. ഈ ആരും ഇല്ലാത്ത സമയത്താണ് ഇങ്ങനത്തെ ഈ അക്രമങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം ഇതിനു മുമ്പ് ഷെയ്ഖ് ഹസീനയുള്ള സമയത്ത് ഒരു പരിധി വരെ ഇവരെ പിടിച്ചു നിർത്തിയായിരുന്നു ഈ ഇസ്ലാമിക് റാഡിക്കൽസ്. പക്ഷെ ഇപ്പൊ വേറൊരു അഫ്ഗാനിസ്ഥാനായി മാറുകയാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാനിലും ഇങ്ങനെ ഒരു കൂട്ടക്കൊലയോ അല്ലെങ്കിൽ ഇങ്ങനെ കൊല നടന്ന് നമ്മൾ കണ്ടിട്ടില്ല. അവർ ആൾക്കാരെ നാട് വിടാൻ പറയും, നാട് വിടിപ്പിക്കും. പക്ഷെ നമുക്കറിയണ്ട അനിൽ, ബംഗ്ലാദേശിൽ അവിടുത്തെ കുറെ സിറ്റീസ്, സിൽഹറ്റ് എടുത്തോളം, ചിറ്റഗോങ് എടുത്തോളം, നമ്മുടെ കുറെ അമ്പലങ്ങളിൽ ആയിരക്കണക്കിന് അമ്പലങ്ങളൊക്കെ സിൽഹറ്റിലുള്ളത്. ഇപ്പോഴും ഹിന്ദുക്കൾ അവിടെ 32% ഉണ്ട്. പക്ഷെ നമ്മൾ ഓവറോൾ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ഓവറോൾ പോപ്പുലേഷൻ 7%. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു 4% മാറും, വേറെ പാകിസ്ഥാനായി മാറും. പാകിസ്ഥാനിലെ ഹിന്ദുക്കളെയും പിടിച്ചോണ്ട് പോകും, പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോകും, കല്യാണം കഴിപ്പിക്കും, അതൊക്കെ നടക്കുന്നുണ്ടാവും. ബംഗ്ലാദേശിൽ കൊലയാണ് നടക്കുന്നത്. അതാണ് അറിയേണ്ടത്. ഇപ്പൊ എല്ലാവരും ചോദിക്കും, ചില മാധ്യമ പ്രവർത്തകർ ചോദിക്കും, ഇതിന് എന്താ മോദി ഒന്നും ചെയ്യാത്ത? അന്ന് ഇന്ദിരാഗാന്ധി ചെയ്തതല്ലേ? രണ്ട് ഡിഫറൻറ്റ് സാഹചര്യങ്ങളാണ്. അന്ന് നടന്നത് നമ്മളൊരു പാകിസ്ഥാൻ ബംഗാളികളുടെ നേരെ നടത്തിയ ഒരു അട്രോസിറ്റി എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് ഒന്ന് ചീപ്പിക്കുകയാണ്, ഗവൺമെന്റ് ഒന്നും ചെയ്യാണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയും, മെനിഞ്ഞാന്ന് കൽക്കട്ടയിൽ നടന്ന, മുർഷിദാബാദിൽ നടന്ന വയലൻസിനെ പറ്റിയിട്ട് ബംഗ്ലാദേശ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തേക്കണം. അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം എന്നാണ്. അവിടെ കൊല്ലപ്പെട്ടത് മൊത്തം ഹിന്ദുക്കളായിരുന്നു മുർഷിദാബാദ്. പക്ഷെ ഇവര് സ്റ്റേറ്റ്മെന്റ് കണ്ടില്ല. അപ്പൊ ഇവരൊരു ഡബിൾ ഗെയിം കളിക്കാനല്ലേ, ഇവരെ പാഠം പഠിപ്പിക്കേണ്ട സമയമായി. ഞാൻ പറയുകയാണെങ്കിൽ പണ്ടത്തെ ഒരു ടാക്ടിക് 1971 ഇന്ദിരാഗാന്ധി എംപ്ലോയ് ചെയ്ത ഒരു ടാക്ടിക് നമുക്ക് പിന്നെയും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഓൾറെഡി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഓവർലാൻഡ് റൂട്ടിൽ നിന്ന് നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ള ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾക്ക് ബംഗ്ലാദേശിൽ നിന്ന് വന്നിരുന്ന ഓവറോൾ ലാൻഡ് റൂട്ട് നമ്മൾ അടച്ചിട്ടു. അത് നിന്നു. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് എവിടുന്ന് നമ്മുടെ അങ്ങോട്ട് പോകാനുള്ള എക്സ്പോർട്സ് എന്തെങ്കിലും അത് നിർത്താൻ പോവാണ്. നമ്മൾ ഓൾറെഡി നിർത്തിക്കഴിഞ്ഞു. ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്താൽ ഇവർ പാഠം പഠിക്കുവാനില്ല, അല്ലെങ്കിൽ ഇവർ പഠിക്കില്ലേ പാഠം. ബിക്കോസ് ഇവരെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഇന്നും നാളെയായിട്ട് ഇത് പിന്നെയും നടക്കും. നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞാൽ പിന്നെയും ചർച്ച ചെയ്യും, പിന്നെയും ഇത് ഉണ്ടാവും. ഇത് നിൽക്കാൻ പോകുന്നില്ല. ഇപ്പൊ എന്താ യുണൈറ്റഡ് നേഷൻസോ ബാക്കിയുള്ള അവിടേക്ക് ഒന്നും പോയിട്ടൊരു കാര്യമില്ല.
ഹിന്ദുക്കൾ തന്നെ നോക്കണം അവിടെ. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. പക്ഷെ അവർക്ക് പാവങ്ങൾക്ക് ആരും ഇല്ല അവിടെ. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു വിഷമം. അവർക്കൊരു നേതാവില്ല. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചാൽ അതിൽ ഒരു ബംഗ്ലാദേശ് ഒരു ഹിന്ദു നേതാവ് എന്ന് പറയാൻ ആരും ഇല്ല. പണ്ട് തൊട്ടുണ്ടായിരുന്നില്ല. അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു അവർ. അതേ സമയത്ത് അവിടെ ഇസ്ലാമിക് ഗാങ്സ് ഉണ്ട് കുറെ. അവിടുത്തെ മുസ്ലിം ലീഗ് ഉണ്ട്, അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ഇവർക്കൊക്കെ നേതാക്കന്മാരുണ്ട്. അത് കാരണം അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഹിന്ദുക്കൾക്ക് അവിടെ ഒരു വോയിസ് ഇല്ല, അതേമാതിരി ഒരു നേതാവില്ല. അവരെ ഈ പറഞ്ഞ മാതിരി പാകിസ്ഥാനിൽ പണ്ട് ഹിന്ദുക്കളുടെ നേരെ നടത്തിയ ആക്രമണം, ക്രിസ്ത്യാനികളുടെ നേരെ നടത്തിയ ആക്രമണം പാകിസ്ഥാനിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്, ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. ഈ പറഞ്ഞ മാതിരി ഈ കൊല നടത്തിയാലും അനിൽ ഞാൻ പറയുന്നത് നാളെ മറ്റന്നാളും ഇനി ചെറിയ നേതാക്കന്മാരെ കുറെ പേര് കൊന്നിട്ടുണ്ട്. ഞാൻ ഈ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു അമ്പലങ്ങൾ ആക്രമിക്കുക അവര്. ബിക്കോസ് അമ്പലങ്ങൾ ഒരു സിമ്പിളാണ്. ബംഗാളിൽ ഉള്ള ഈ പറഞ്ഞ രണ്ട് ബംഗാളിലും, വെസ്റ്റ് ബംഗാൾ ആയാലും ഇപ്പോൾ ബംഗ്ലാദേശിലായാലും ദുർഗാമാതയാണ് അവരുടെ ഏറ്റവും വലിയ ദേവി അവിടെ. ദുർഗാമാതയുടെ എത്രയോ രൂപങ്ങളുണ്ടാവും. നമ്മുടെ കുറെ ശക്തിപീഠുകൾ ഉണ്ട് അവിടെ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞു വരുമ്പോഴാണ് ചൈതന്യ മഹാപ്രഭു ജനിച്ച സ്ഥലമാണ്. പക്ഷെ നമുക്ക് ഇപ്പൊ പറയാനുള്ളത് എന്താണ് ബംഗ്ലാദേശിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഹിന്ദുക്കൾക്കും ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒരു എക്കണോമിക് ബ്ലോക്കേഡ് ചെയ്താലേ പറ്റുള്ളൂ. ബംഗ്ലാദേശിലേക്കുള്ള ഈ പറഞ്ഞ ചരക്ക് നിർത്തണം, നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ബാക്കിയുള്ളവർ കിടന്ന് കരയും, കുറെ കർച്ചലൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. എന്നാലും ബംഗ്ലാദേശിന് ഒരു പാഠം പഠിപ്പിക്കേണ്ട വരും. സമയമായി കഴിഞ്ഞു. ബിക്കോസ് ഇവര് നേരെ പറഞ്ഞാൽ കേൾക്കില്ല അവിടുത്തെ ഗവൺമെന്റ്. ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്താൽ അവർ ശരിക്കും ഒരു പാഠം പഠിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്.